നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. വിനോദവും വിജ്ഞാനവും സമ്മേളിക്കുന്ന ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. അറിവ് തരുന്നത് പാഠപുസ്തകങ്ങൾ മാത്രമല്ല, അനുഭവങ്ങളുമാണ്. അനുഭവ പാഠങ്ങളുമായി കാട്ടിലെ കൂട്ടുകാർ. ഈ ബിസ്ക്കറ്റ് തിന്ന് ഞാൻ മടുത്തു. പിന്നില്ലാതെ ഗതി കെട്ടാ കുറുക്കൻ ബിസ്ക്കറ്റും തിന്നും. ഓ, ഇതാ ഇപ്പൊ പ്രശ്നം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അപ്പ അതിനെതിര് പറയും. അത് പിന്നെ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ കോരു. ചില സമയത്ത് പപ്പേതിന് തമാശ കേൾക്കുമ്പോഴേ എനിക്ക് ചൊറിഞ്ഞു കയറുവാ. ചൊറിച്ചിൽ വന്നാ ചൊറിയണം. പപ്പീസ് കുറച്ച് സമയമായി തുടങ്ങിയിട്ട് ഞാൻ ഇനി അപ്പോഴേക്കും പിണങ്ങിയാലോ കോരു. എനിക്കും വിഷമമുണ്ട് ഈ ബിസ്ക്കറ്റ് തിന്നുന്നത്. നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്തെങ്കിലും വിധം പണം കയ്യിൽ വരണ്ടേ? അതിനുള്ള എന്തെങ്കിലും ആലോചിക്കേ. എന്ത് ഐഡിയ? പൊട്ടത്തരമാണെങ്കിൽ എന്നെ കളിയാക്കരുത്. ആദ്യം ഐഡിയ പറയൂ. ഒരു കിഡ്നാപ്പിംഗ്. കിഡ്നാപ്പിംഗ്? അതെന്താ സാധനം? കളിയാക്കുകയാണോ? അല്ല കോരു, മനസ്സിലാക്കാത്തത്. തട്ടിക്കൊണ്ടുപോകൽ. ആരെ തട്ടിക്കൊണ്ടുപോകുന്ന കാര്യമാണ് നമ്മൾ തീരുമാനിക്കണം. എങ്കിലേ നമുക്ക് വല്ല മന്ത്രിമാരെയും തട്ടിക്കൊണ്ടുപോയാലോ? അതൊക്കെ റിസ്കാ. നമുക്ക് മറ്റെന്തെങ്കിലും മതി. കോരു തുള്ളാതെ കാര്യം പറ. നമ്മൾ കിഡ്നാപ്പിംഗ് നടത്തുന്നത് ഒരു വലിയ വീട്ടിലെ കുട്ടിയായിരിക്കണം. സംഗതി കൊള്ളാം, പക്ഷേ പക്ഷേമില്ല. വല്ല ഉദ്യോഗസ്ഥന്മാരുടെയും മക്കളെ തട്ടിയെടുത്ത വിലപേശി പണം വാങ്ങാം. അത് കൊള്ളാമല്ലോ. പക്ഷേ പറഞ്ഞാലും ഒരു സംശയം. ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ തന്നെ ഒരു കാര്യവും നടക്കത്തില്ല. കോരു ചൂടാകാതെ. നമ്മുടെ പദ്ധതികളെല്ലാം പൊളിഞ്ഞിട്ടുള്ളത് കൊണ്ട് സംശയിച്ചതാ. അതൊക്കെ പണ്ട്. ഇപ്പം നമ്മൾ ന്യൂ ജനറേഷൻ പദ്ധതിയല്ലേ. ഓക്കേ കോരു, എനിക്ക് വിശ്വാസമാണ്. എന്തൊരു കഷ്ടായത്. ഈ ഗംഭീരത എവിടെ പോയി? ഇവന്റെ ഒരുക്കം. ഗംഭീരേ, എത്ര നേരമായി കാത്തിരിക്കുന്നു? ഒന്ന് വേഗം വാ. ഞാൻ ഈ ഫുഡ് ഒന്ന് കഴിച്ചോട്ടെ. എന്റെ അമ്മോ. മമ്മി ഹോളിക്സ് എടുത്തോട്ടെ. അതേനെ, നിങ്ങളൊരു 5 മിനിറ്റ് കൂടി നിൽക്ക്. ഞാൻ ഫിനിഷ് ചെയ്തോട്ടെ. ഇവന്റെ കാര്യം 5 മിനിറ്റോ? അതേനെ, നമുക്കങ്ങ് പോയാലോ? എന്തായാലും ഇത്രയായില്ലേ, ഇനി കുറച്ചു നേരം കൂടെ നോക്കാം. കൂട്ടുകാരനായി പോയില്ലേ? അതെ അതെ. ഇവന്റെ ഒരു കാര്യം. ഗംഭീരേ, നീ വൈകിയത് കൊണ്ട് വമ്പൻ സാറ് ദേഷ്യപ്പെട്ടിരിക്കുകയായിരിക്കും. വമ്പൻ സാർ ദേഷ്യപ്പെടുന്നില്ലേ? പിന്നെ നമുക്ക് കമ്മിറ്റി നടക്കുന്ന സമയമാകുമ്പോഴേക്കും അങ്ങോട്ട് എത്തിയ പോരെ? അത് മതി. പക്ഷേ കൃത്യനിഷ്ഠ അത് പാലിക്കണം. അത് ശരിയാ. എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോഴല്ല ആസ്വദിച്ച് ഫുഡ് അടിക്കണം. അതാണ് വൈകിയത്. ഒന്ന് വേഗം നടക്കോ. ഇനിയെങ്കിലും നേരം കളയാതെ എത്താം. അതെ അതെ.
പോകുന്നു. രണ്ടുപേരും കൂടി ധൃതിയിൽ എങ്ങോട്ടായിരിക്കും? എന്തോ തട്ടിപ്പുമായിട്ട് പോകുന്നതായിരിക്കും. ആർക്കറിയാം ആര് പറ്റിക്കാൻ പോകുന്ന പോക്കാണ്. അതെ, ശരിയാ. നിങ്ങൾ വേഗം വാ, സമയം കളയല്ലേ. ഞാനാണ് ഇപ്പൊ സമയം കളയുന്നത്. വേഗം നടക്കാൻ കിട്ടും. നല്ല മീറ്റിംഗ് ആയിരുന്നല്ലേ. സാറേ, മീറ്റിംഗിൽ പറഞ്ഞതൊക്കെ എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. തീർച്ചയായും തീരുമാനങ്ങൾ ഉടൻ നടപ്പിലാക്കാനുള്ളതാണ്. അപ്പൊ ശരി മക്കളെ, എങ്കിൽ പറഞ്ഞതുപോലെ. സാറ് ചന്തയിലേക്കാണോ? അതേലോ, എന്താ? എങ്കിൽ ഞാനും പീലിയും വരുന്നുണ്ട്. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടേ. അയ്യോ, അപ്പൊ ഈ ഗംഭീർ ഒറ്റയ്ക്ക് പോകേണ്ടി വരില്ലേ? ഏയ്, അതൊന്നും കുഴപ്പമില്ല സാറേ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം. ഓ, എങ്കിൽ ശരി, ഗംഭീർ ചെല്ലേ. അല്ലെങ്കിൽ വേണ്ട, എനിക്ക് ATM ഒന്ന് പോകണം. ഒരു എത്ര നേരമായി കാത്തിരിക്കുന്നു? വരുമെന്നേ, ഈ വഴിക്ക് ഗംഭീറിന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റൂന്ന്. കൂടെ ആ പീലിയും മൂട്ടും ഇല്ലാതിരുന്ന മതിയായിരുന്നു. ഇല്ലെന്നേ, ഗംഭീർ ATM-ൽ ഒറ്റയ്ക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടതാ. ഒന്നേ, ഞാൻ ഇന്നലെയാണ് ആ മോളി പോയത്. വരുന്നുണ്ട് 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 വരുന്നുണ്ട്. കാണേണ്ടത് എല്ലാം പറഞ്ഞതുപോലെ കേട്ടോ. ഓക്കേ ഓക്കേ, എങ്കിൽ തുടങ്ങാം. റെഡി? അയ്യോ, എന്തത്? അയ്യോ, എന്തിനാ നിങ്ങൾ ഇടിക്കണേ? അങ്ങനെയൊക്കെ പോയാലോ, അവിടെ നിൽക്ക്. എന്നെന്തിനാ ഇടിക്കല്ലത്? എന്തിനാ എന്ത് കാണിക്കുന്നത്? നില്ലടാ. നിങ്ങൾ ആര്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതൊക്കെ പറയാം. ദേ, മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വാ. അയ്യോ, നിങ്ങൾക്ക് ഈ പണല്ലേ വേണ്ടത്? അത് നിങ്ങൾ എടുത്തോളൂ. ഇത്രയും ചെറിയ തുക ഞങ്ങൾക്കങ്ങ് വേണ്ട. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? കോടികൾ. അതെ 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 അതെ. വീട്ടുകാരുടെ കയ്യിൽ നിന്നും പണം കിട്ടണമെങ്കിലേ നിന്നെ തട്ടിക്കൊണ്ടു പോകണം. അയ്യോ, എന്നെ തട്ടിക്കൊണ്ടുപോയി. ദേ 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 ദേ, കരഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായോ? ചെയ്യരുതിട്ടാ. എന്റെ ഫോൺ ഞാൻ തരില്ല. അയ്യോ, ഒരു ഫോൺ. എനിക്ക് കാൻഡി കൃഷി കളിക്കാനുള്ള ഫോണാണിത്. കളിക്കാനുള്ള ഫോൺ. ഒരു എത്ര ദിവസമായി ഒരു പ്രതികരണവും വീട്ടുകാരിൽ നിന്നും ഇല്ലല്ലോ. അതെ അതെ, ഇവനാണെങ്കിൽ ഒടുക്കത്തെ തീറ്റയും. ഓ, ഇവന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് നമ്മളും മടുക്കും. കണ്ടില്ലേ കണ്ടില്ലേ ആക്രാന്തം? എന്തൊരു ആക്രാന്തം, എന്തൊരു തീറ്റയായത്. ഓ, എനിക്കാണെങ്കിൽ വിശന്നിട്ട് പാടില്ല. ഇതെല്ലാം കൂടി ആകെ കശവശിയാകുന്ന ലക്ഷണമാ. വിശന്ന് ക്ഷീണം പിടിച്ചു. ഞാൻ അല്പം കിടക്കാൻ പോവുക. എന്നാ കിടക്ക്, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തൊക്കെയായിരുന്നു? ഒരു കറുത്ത മുഖം മൂടി, ഒടുവാള്, മണ്ണാങ്കട്ട. ഇത് കേട്ടാ തോന്നും ഇതൊക്കെ എന്റെ ഐഡിയാണ്. ഞാനൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. ഇവന് തിന്നാനുള്ളത് ഉണ്ടാക്കണ്ടേ? തിന്നെ കേറ്റിക്കോ കേറ്റിക്കോ. ഓർക്കയെന്ന് തോന്നണേ. അങ്ങനത് കഴിച്ചില്ലേ? ഹലോ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രശ്നമില്ലേ. 2 മണ്ടന്മാരാണ് എന്നെ തട്ടിക്കൊണ്ട് വന്നിട്ടുള്ളതെന്ന്.
അത് അമ്മേ, ഞാൻ കഴിഞ്ഞ ദിവസം വമ്പ സാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ട്ടാ. സാറേ വേണ്ടതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പേടിക്കണ്ട ട്ടാ. ഈ മണ്ടന്മാരെ പറ്റിച്ച് ഞാൻ കുശാലായി ഭക്ഷണം കഴിച്ചോട് കഴിയേ. ശരി ശരി. ഞാൻ പറഞ്ഞില്ലേ, ഇന്നോ അല്ലെങ്കിൽ നാളെയോ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. വമ്പ സാർ വേണ്ട കാര്യങ്ങളായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ശരി ശരി. കിഡ്നാപ്പർമാര് വന്നിരിക്കുന്നു. ഈ രണ്ട് മണ്ടന്മാരെ പിടിക്കാൻ വളരെ എളുപ്പമാ സാറേ. സ്ഥലം എവിടെയാന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാനേറ്റു. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അവിടെ എത്തിച്ചേർന്നാ മതി. ഏയ്, അവിടെ എത്തുന്നൊന്നും വിഷയമല്ല. ഏത് കാടും വീടും ഈ ലംബോ മറികടക്കും. മക്കളെ, ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് വരാം. നിങ്ങളുടെ ഗംഭീരന്റെ അമ്മയ്ക്ക് കൂട്ടായിരിക്കും. ശരി സാർ. അതെ. എന്തൊക്കെയായിരുന്നു? പണം, പ്രശസ്തി, മണ്ണാങ്കട്ട. ശവത്തിൽ കുത്താതെ പപ്പീസ്. ഈ തീറ്റപ്പണ്ടാരത്തിന് ഭക്ഷണം കൊടുത്ത് മുടിഞ്ഞു. വീട്ടിൽ നിന്നാണെങ്കിൽ യാതൊരു പ്രതികരണവുമില്ല. ഇവന് വീടും വീട്ടുകാരൊന്നും ഇല്ലായിരിക്കുമോ? ഇവൻ ഏതോ വലിയ കൊമ്പത്തെ വീട്ടിലാണെന്നല്ലേ കോരു തന്നെ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമെന്ന് ആര് കണ്ടു? ഇവനെ കൊണ്ടു കളയുന്നതിന് എന്തെങ്കിലും വേണോ? അപ്പോ ഇവന് നമ്മൾ വാങ്ങിക്കൊടുത്ത തീറ്റയുടെ പണം? ഈശ്വരാ, ഏത് സമയത്താണാവോ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്? നമ്മൾ പട്ടിണി, ഇവനാണെങ്കിൽ നല്ല തട്ടും. ഇനിയിപ്പോ നമ്മൾ എന്തോ ചെയ്യും? പിന്നെ ഒന്നും കൂടി വിളിച്ചു നോക്കിയേ. ഹലോ, ഗംഭീറിന്റെ വീടല്ലേ? വേറെ ആളാണല്ലോ ഫോൺ എടുത്തത്. ചിലപ്പോ അവന്റെ പപ്പയായിരിക്കും. സംസാരിക്കും വേഗം. ഞങ്ങൾ പറഞ്ഞ പണവുമായി വന്നില്ലെങ്കിലേ എന്റെ മകന്റെ കാര്യം പോക്ക. അവന്റെ കരച്ചിൽ കേൾപ്പിക്കും, സമയം കളയാതെ. കേട്ടോ മോന്റെ കരച്ചില്? എന്താ പപ്പീസ് ഇത്? വിട്. പപ്പീസ് വിടാനല്ലേ പറഞ്ഞത്? പപ്പീസ് അല്ല, തിരിഞ്ഞു നോക്ക്. പപ്പീസ് അല്ലെന്നോ? പിന്നെ ആരാ? തിരിഞ്ഞു നോക്കാനല്ലേ പറഞ്ഞത്? കഴുത്തിൽ നിന്ന് വിട്ടാലല്ലേ തിരിഞ്ഞു നോക്കാൻ പറ്റത്തുള്ളൂ. അയ്യോ, പപ്പീസേ വിട്ടോടാ. പോയി. നിങ്ങളെ ഞാൻ പിടിച്ചോളാം, എവിടെ പോയി ഒളിച്ചാലും. ഗംഭീർ, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല സാറ്, എനിക്കിവിടെ സുഖായിരുന്നു. രണ്ട് മണ്ടന്മാരുടെ കൂടെയല്ലേ വാസം. എന്തായാലും ഈ ഗംഭീറിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു. ലംബോ സാറേ, എനിക്ക് വേണ്ട ധൈര്യം പകർന്നു തന്നത് ഈ വമ്പൻ സാറാണ്. ഓഹോ, ഞാൻ ഗംഭീറിന് ധൈര്യം പകർന്നു കൊടുത്തത് നേരാ. പക്ഷേ ഉചിതമായ സമയത്ത് ബുദ്ധിപരമായ നീക്കം നടത്തിയത് ഈ ഗംഭീറിന്റെ ഒറ്റ കഴിവാ. പറഞ്ഞത് ശരിയാ. ഇങ്ങനെയായിരിക്കണം. നമുക്ക് ആപത്ത് വരുന്ന സമയത്ത് ഭയപ്പെടാതെ അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കും. ശരിയാ സാർ. അപകടങ്ങളെ തരണം ചെയ്ത് മുന്നേറിയ ജീവിതത്തിൽ പല വിജയങ്ങളും ഉണ്ടാകും. അതിപ്പോൾ നമ്മൾ കാണുകയും ചെയ്യും. നമുക്ക് വേഗം പോകാം. ഗംഭീറിന്റെ അമ്മ വിഷമിക്കുന്നുണ്ടാകും. ഇല്ല സാറേ, ഞാൻ അമ്മ ഇന്നലെ വിളിച്ചിരുന്നു. രണ്ട് മണ്ടന്മാരുടെ കൂടെയാണെന്ന് പറഞ്ഞപ്പോഴേ അമ്മ ചിരിച്ച് മണ്ണ് കപ്പി. ശരി ശരി, ഒരാപത്തും കൂടാതെ വീട്ടിൽ തിരിച്ചെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തിന് നന്ദി പറയാം. കഥകളിലൂടെ കിട്ടുന്ന അറിവിനേക്കാൾ ആഴം കൂടും വചനങ്ങൾ നൽകുന്നതിന് വചന പശ്ചാത്തലത്തിൽ
ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ, ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കുവിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കണ്ടേ? ടിങ്കു, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളുള്ളത്? അങ്കിൾ, ആ ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ആ ഒരു കൂട്ടുകാരനെ ആ അറിഞ്ഞു കിട്ടും. അയ്യോ, അതെന്താ സംഭവിച്ചത്? ആ കൂട്ടുകാരൻ ആ സ്കൂളിൽ നിന്ന് നടക്കാത്തത് ചെയ്തു. ഓ, ആ കൂട്ടുകാരൻ തെറ്റായ എന്തോ ഒരു കാര്യം ചെയ്തു. അതറിഞ്ഞ ആ സ്കൂൾ അധികാരികൾ ആ കുട്ടിയെ പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത്. എന്താണ് ആ കൂട്ടുകാരൻ ചെയ്തത്? അയ്യോ, അത് ഞാൻ അറിയത്തില്ല അങ്കിൾ. അത് ശരി, ആ കൂട്ടുകാരന് നല്ല കഴിവുള്ള കൂട്ടുകാരനായിരുന്നോ? അതെ അങ്കിൾ, നല്ല പാട്ടൊക്കെ പാടും, ആഹാ, നന്നായി പാട്ട് പാടും, പിന്നെ കവിതയൊക്കെ എഴുതും. ഓ, കവിതയൊക്കെ എഴുതും. നല്ല കഴിവുള്ള കൂട്ടുകാരനാ. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ചില തെറ്റുകൾ സംഭവിച്ചു. ആ സ്കൂളിന് നിരക്കാത്ത ചില കാര്യങ്ങൾ. അതുകൊണ്ട് ആ കൂട്ടുകാരനെ ആ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു. വളരെ സങ്കടകരമായ കാര്യമാണല്ലേ? അതെ അങ്കിൾ. നമ്മളും ദൈവ കുടുംബത്തിലെ അംഗങ്ങളാണ്. തെറ്റായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും വരുവാനായിട്ട് പാടില്ല. ബൈബിളിലൊരു വാക്യം പറയുന്നുണ്ട്. റോമാലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വാക്യം. എനിക്കറിയാം അങ്കിൾ. എന്താ ആ വാക്യം? ഞാൻ പറയട്ടെ. ആ പാപത്തിൻ്റെ ശമ്പളം ശമ്പളം മരണം. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം തെറ്റുകൾ ചെയ്യുന്നവരാണോ? പ്രിയ കൂട്ടുകാരെ, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്ത് സ്നേഹവാനായ ദൈവത്തിൽ നിന്നും അകന്നു ജീവിക്കുകയായിരുന്നു. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ച്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിൽ നിന്നും അകന്നുപോയി. അയ്യോ, ഇനി എന്താ അങ്കിൾ ചെയ്യുക? ദൈവവുമായിട്ട് നല്ലൊരു ബന്ധം നാം സ്ഥാപിക്കണം. അതിന് പാപത്തിൽ നിന്നും നമുക്ക് മോചനം കിട്ടണം. പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിവുള്ളത് യേശുവിന് മാത്രമാണ്. യേശുവിനോട് പ്രാർത്ഥിക്കുക. യേശുവേ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപത്തിന് വേണ്ടിയാണ് അങ്ങ് ഭൂമിയിൽ വന്നതും മരിച്ചതും അടക്കപ്പെട്ടതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ മകനാക്കി എന്നെ തീർക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ കിട്ടും അങ്കിൾ? തീർച്ചയായിട്ടും നാം പാപത്തിൽ നിന്നും മോചനം കിട്ടും. മാത്രവുമല്ല, നാം നല്ല കുട്ടികളായിട്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടപ്പെട്ട കുട്ടികളായിട്ട് നാം ജീവിക്കുകയും വേണം. അതെങ്ങനെ അങ്കിൾ സാധിക്കുക? നല്ല ബന്ധം നാം സ്ഥാപിക്കണം. എന്താണ്? ദൈവവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുക്കണം. അങ്കിൾ, അതെങ്ങനെയാണ് സാധിക്കുക അങ്കിൾ? ഒരു സ്കൂളിൽ ആ കുട്ടി ആ സ്കൂളിലെ നിയമങ്ങളെ എല്ലാം പാലിച്ചിരുന്നെങ്കിൽ ആ കുട്ടിയെ തിരികെ പറഞ്ഞു വിടുമായിരുന്നോ? ഇല്ല. അവിടുത്തെ ടീച്ചേഴ്സിനെ ബഹുമാനിച്ചിരുന്നെങ്കിൽ ആ കുട്ടിയെ പറഞ്ഞു വിടുമായിരുന്നോ? ഇല്ല അങ്കിൾ. എല്ലാ കഴിവുണ്ടെങ്കിലും താൻ ചെയ്യേണ്ട കാര്യം ചെയ്തില്ല, അല്ലേ? അതെ അങ്കിൾ. നമ്മുടെ ജീവിതത്തിലും നമുക്കൊരുപാട് കഴിവുകളുണ്ടാകാം. പക്ഷേ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നുപോലും നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ട് പാടില്ല. എനിക്ക് മനസ്സിലായി അങ്കിൾ. ഓക്കെ, അപ്പം ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നല്ല കുട്ടികളായിട്ട് തീരുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വ്യവസ്ഥകൾ ലംഘിക്കുകയല്ല, വ്യവസ്ഥകൾ പാലിക്കുക. ദൈവം അതിനായി സഹായിക്കട്ടെ. താങ്ക് യു അങ്കിൾ. ഓക്കെ, ബൈ. ഓരോ മാസം കഴിയും തോറും പ്രേയർ ക്രിസ്റ്റുകൾ കൂടി വരികയാണല്ലോ. പരീക്ഷക്കാലം തുടങ്ങാറായല്ലോ. നിങ്ങൾക്ക് എഴുതാം. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ശാന്തമായൊരു വാരം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.